വയനാട്ടിലുണ്ടായ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അതിദാരുണമായ കാഴ്ച കേരള സമൂഹം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിട്ട് ദിവസങ്ങൾ മാറിയിട്ടില്ല. സമാനമായ ഒരു മല ശ്രീകണ്ഠപുരം നഗരസഭാ പരിധിയിലും മാധ്യമങ്ങളും ഇവിടെയുള്ള ജനപ്രതിനിധികളും ഉൾപ്പെടെ നേരിൽ കണ്ട് ജനശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരം മലകൾ കാർന്നു നിന്ന ഭൂമാഫികളും കോറമാഫികളും അവർക്കെതിരെ ചെമ്പന്തൊട്ടി നിവാസികൾ ആക്ഷൻ കമ്മിറ്റിക്ക് ഫോം ചെയ്തു വരികയാണ്. ഇപ്പോൾ ഉള്ളത് ചെമ്പന്തൊട്ടി പള്ളിയുടെ മുറ്റത്താണ്. ഇവിടെ ഇന്ന് ഇത്തരം കോറകൾക്കും ഇത്തരം ഭൂമാഫികൾക്കും എതിരെ ചെമ്പന്തൊട്ടി നിവാസികൾ, പൊതുപ്രവർത്തകരും മത അധ്യക്ഷന്മാരും ചേർന്ന് ഒരു ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം നൽകി. ഈ മലയുടെ അടിവാരത്ത് 1500ഓളം കുടുംബങ്ങൾ കഴിയുകയാണ്. അവരുടെ ഭീതിജനകമായ അവസ്ഥ എല്ലാ മാധ്യമങ്ങളും, മലബാറിൽ തന്നെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ജനശ്രദ്ധയിൽ കൊണ്ടുവന്നു. അധികാരിവർഗങ്ങൾ ഇതിനു വേണ്ട ശ്രദ്ധ ചെലുത്തുന്നില്ല എന്ന ആരോപണം ഇപ്പോഴും ഈ നിവാസികൾക്ക് ഉണ്ട്. ഈ മലയിൽ നിന്ന് ഇത്തരം ദാരുണമായ ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ തൊട്ടടുത്ത സമീപ പഞ്ചായത്തുകൾ, 3ഓളം പഞ്ചായത്തുകളെ ബാധിക്കുന്ന ഈ വിഷയം ഗൗരവമായി കാണേണ്ടത് അധികാരികളാണ്. അധികാരികളുടെ മുന്നിലേക്ക് ഇത്തരം വിഷയങ്ങൾ മാധ്യമങ്ങൾ ചർച്ച വയ്ക്കുമ്പോൾ പുറംകാലുകൾ കൊണ്ട് തട്ടിക്കളയുന്ന അധികാരികളുടെ മനോഭാവം മാറ്റിയേ പറ്റൂ. അതിനായി ഈ മേഖലയിലുള്ള സാമൂഹിക, രാഷ്ട്രീയ, സാമൂഹിക, മതരംഗത്തെ എല്ലാവരും ഉൾപ്പെടെ ചെമ്പന്തൊട്ടി പള്ളിയുടെ പാരിഷ് ഹാളിൽ ഇന്ന് ഇതിനുള്ള ആക്ഷൻ കമ്മിറ്റിയുടെ രൂപീകരണം നടക്കുകയാണ്. ചെമ്പന്തൊട്ടിയിലെ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ഭീഷണിയായ ഞണ്ണമലയിലെ ക്വാറി അടച്ചുപൂട്ടണമെന്ന് ചെമ്പന്തൊട്ടി സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ ചേർന്ന ജനകീയ സമിതി അധികാരികളോട് ആവശ്യപ്പെട്ടു. പ്രവർത്തിക്കാത്ത ക്വാറികളിൽ വെള്ളം നിറഞ്ഞ് വലിയ മഴയത്ത് താഴേക്കൊഴുകി അപകടം ഉണ്ടാകാതെ മൂടുവാൻ നടപടി സ്വീകരിക്കണമെന്നും യോഗത്തിൽ പറഞ്ഞു. സെന്റ് ജോർജ് ഫെറോന വികാരി റവറന്റ് ഫാദർ ആന്റണി മഞ്ഞളാംകുന്നേലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജനകീയ കൺവെൻഷനിൽ വാർഡ് കൗൺസിലർ ഷീന എം വി, കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വർഗീസ് വയലാമണ്ണിൽ, മുസ്ലിം ലീഗ് ശാഖാ പ്രസിഡന്റ് ഷംസീർ കെ എം, CPM ലോക്കൽ കമ്മിറ്റി മെമ്പർ രാജു വയലിൽ, നെടിയങ്ങ ബാങ്ക് പ്രസിഡന്റ് ജോണി പെരുമ്പള്ളിൽ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജിയോ ജേക്കബ്, ഷിനോ പാറക്കൽ എന്നിവർ പ്രസംഗിച്ചു. വിനോദ് പുത്തമ്പുര, പള്ളി കോർഡിനേറ്റർ വിൻസെന്റ് കുഴിഞ്ഞിലിൽ, മുൻ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അപ്പച്ചൻ നെടിയകാലായിൽ, തോമസ് കുര്യൻ ജോർജ് മാനാമ്പും, ഫിലോമിന കാര്യമറ്റം, ജോയി കൊച്ചുപുരക്കൽ, ജോസ് പാറക്കൽ എന്നിവർ പങ്കെടുത്തു. ഞായറാഴ്ച പള്ളിയിൽ നിന്നും വിളിച്ചു പറഞ്ഞ് ചെമ്പന്തൊട്ടി നിവാസികൾ ഒന്നടങ്കം ക്വാറ സന്ദർശനവും നടത്തും. 101 ജനകീയ കമ്മിറ്റിക്ക് ഇന്ന് ചേർന്ന കൺവെൻഷൻ രൂപം നൽകി. മുഖ്യ രക്ഷാധികാരിയായി റവറന്റ് ഫാദർ ആന്റണി മഞ്ഞളാംകുന്നേലും, രക്ഷാധികാരികളായി ഷീന എം വി, KJ ചാക്കോ, കൗൺസിലർ എന്നിവരും, കൺവീനർ വർഗീസ് വയലാമണ്ണിൽ, ട്രഷററായി ഷംസീർ KM എന്നിവരെയും തിരഞ്ഞെടുത്തു. മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഞങ്ങളുടെ നാടിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഇന്ന് എല്ലാവരും അനുഭവിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലായി നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, വയനാട്ടിലുണ്ടായ സംഭവങ്ങളും വെലങ്ങാടുണ്ടായ സംഭവങ്ങളും ഒക്കെ തന്നെ, ഈ സംഭവങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും വിലയിരുത്താനും നമ്മുടെ ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വമില്ല എന്ന് മനസ്സിലാക്കാനും ഒക്കെ ഉള്ളൊരു അവസരമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇന്ന് ചെമ്പന്തൊട്ടി വളരെ വേദനയിലും വിഷമത്തിലും കഷ്ടപ്പാടിലും ഒക്കെ വന്നിരിക്കുന്ന കാലഘട്ടത്തിലാണ്. പ്രകൃതി ദുരന്തങ്ങൾ ഞങ്ങളെയും ബാധിക്കുന്നുണ്ട്, ഞങ്ങളുടെ നാടിനെ ബാധിക്കുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് കാർഷിക പ്രശ്നങ്ങളുണ്ടാകുന്ന പ്രശ്നങ്ങളല്ല, മറിച്ച് അതിലൊക്കെ ഉപരിയായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് കോറകൾ അധികമായിട്ട് കടന്നു വന്നതിൻ്റെ ഫലമായിട്ട് ആ കോറകളിൽ വേണ്ടത്ര ക്രമീകരണങ്ങൾ നടത്താതെ സുരക്ഷിതത്വം ഇല്ലാതെ തന്നെ കോറകൾക്ക് പൊട്ടിച്ച് കല്ലുകൊണ്ട് കടത്തിക്കൊണ്ട് പോവുകയും അതേപോലെ തന്നെ നാടിനെ ഭീഷണിയിലാക്കത്തക്ക രീതിയിൽ ഈ കോറകൾ വെള്ളം കെട്ടിക്കിടക്കത്തക്ക രീതിയിലൊക്കെ അത് ഇട്ടിട്ട് പോവുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, അധികാരികൾ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് ഈ കോറകളിലൊക്കെ നിർത്തിവെക്കാനായിട്ടും, അതേപോലെ തന്നെ പഴയ നിർത്തിവെച്ച കോറകളൊക്കെ തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്നതൊക്കെ അത് മണ്ണിട്ടും നികത്തിയെടുക്കാനും, അതേപോലെ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നതൊക്കെ തന്നെ മാറ്റി അത് വേണ്ട ക്രമീകരണം നടത്താനും, വലിയ വലിയ പാറകൾ ഇപ്പോഴും താഴേക്ക് പോകത്തക്ക രീതിയിൽ അവിടെ നിലനിൽക്കുന്നുണ്ട്, അവയൊക്കെ മാറ്റിക്കളയാനുമൊക്കെയുള്ള ഒരു മനോഭാവം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതേപോലെ എല്ലാവരുടെയും ഭാഗത്തു നിന്നും പോലെ ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുക.
ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ജീവൻ്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഈ സമൂഹം ഒന്നിച്ച് നിന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെ ഇതിനെ പ്രതികരിക്കും. ഇന്നിവിടെ കൂടി ആൾക്കാരെല്ലാവരും കൂടി ഒന്നിച്ചു കൂടി എടുത്ത തീരുമാനമാണിത്. ഞങ്ങൾ എത്രയും വേഗം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ്. ആദ്യം നിവേദനം കൊടുത്തുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. തുടർന്ന് അതിന് വേണ്ട ആക്ഷൻ കൗൺസിലൊക്കെ കൂടിക്കൊണ്ട് ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് ശക്തമായിട്ട് പ്രതികരിക്കാനായിട്ട് തയ്യാറായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യ സഹകരണങ്ങളും എല്ലാവരുടെയും സന്തോഷ സഹായങ്ങളും ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളോടൊപ്പം എല്ലാവരും ഉണ്ടാകണം, ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു.